കളങ്കാവൽ ട്രെൻഡിങ്ങിലാണ്. ഒരു സിനിമ ട്രെൻഡിങ് ആവുന്നത് അത് ഉറപ്പായിട്ട് ഗംഭീര വിജയം നേടുമ്പോഴാണ്. കളങ്കാവൽ ആ സ്റ്റാറ്റസ് നേടിയിരിക്കുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുണ്ട് കളങ്കാവൽ. ഇപ്പം തുടരും ട്രെൻഡിങ് ആയപ്പോൾ അല്ലെങ്കിൽ അത് അതിഗംഭീര വിജയം നേടിയപ്പം തുടരും എന്ന് പറയുന്ന വാക്ക് തന്നെ എന്തും വേണ്ടി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പരസ്യത്തിനകത്തും പോസ്റ്ററിനകത്തും എല്ലാത്തിനകത്തും നമ്മളൊരു സാധാരണപ്പെട്ട ഒരു തുടരും എന്ന് പറഞ്ഞ വാക്ക് ചേർത്തായിരിക്കും പലതും എഴുതുന്നത് തന്നെ. അതൊരു ട്രെൻഡിങ്ങിൻ്റെ സെക്ടറാണ്. അതുപോലെ തന്നെ ഭീഷ്മപർവത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചത്, ഭീഷ്മപർവത്തിനകത്ത് ചാമ്പിക്കോ എന്ന് പറയുന്ന സംഭവം ആ സമയത്ത് ഒരു 1.5-2 കൊല്ലം ട്രെൻഡിങ് ആയിരുന്നു സാധനം. അതുപോലെ തന്നെ കളങ്കാവലിനകത്ത് സിഗരറ്റ് വലി പ്രോത്സാഹിപ്പിക്കുകയല്ല, സിഗരറ്റ് വലി, അതിനകത്ത് പുക പോകുന്നത്, അതുപോലെ തന്നെ അതിനകത്തെ പാട്ട് ഒരു രക്ഷയില്ല. നിലാക്കായ എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ഇലക്ഷനൊക്കെ വരുമ്പം കളങ്കാവൽ, ജനങ്കാവൽ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ തുടങ്ങി. അന്നേരം എല്ലാ അർത്ഥത്തിലും ഒരു ട്രെൻഡിങ് ആക്കാൻ ഒരു ചെറിയ സിനിമയ്ക്ക് ഒരു വലിയ വിജയം കൊണ്ട് നേടി എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനി കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഗംഭീരമായിട്ട് ശ്രദ്ധിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ പടം വലിയ വിജയമാക്കാൻ ശ്രമിച്ചു. ഇതിനോടൊപ്പം പറയാനുള്ളത്, മമ്മൂട്ടി കമ്പനി കുറച്ച് നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് എതിരഭിപ്രായം ഇല്ലാതെ ഗംഭീര ചിത്രമായിരുന്നു. ഉറപ്പായിട്ടൊരു 125-150 കോടി ചിത്രം നേടാവുന്നതായിരുന്നു. കാരണം ഒരാൾക്ക് നെഗറ്റീവ് അഭിപ്രായം ഇല്ലായിരുന്നു. ഗംഭീരമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് അത് എത്തിപ്പോയേനെ. ഭീഷ്മപർവമാണെങ്കിൽ ഒരു 88-89 കോടി വേണം 100 കോടി എത്തിക്കായിരുന്നു. മമ്മൂട്ടി കമ്പനി അല്ല എന്നാൽ പോലും എത്തിക്കാമായിരുന്നു. ടെർബോ ആണെങ്കിൽ പോലും ഈ പറഞ്ഞതിനെക്കാട്ടിൽ ഒരു 10-15-20 കോടിയൊക്കെ കളക്ഷൻ കൂടുതൽ എത്തിക്കാറുണ്ട്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ ന്യൂനതയാണ്. പക്ഷേ കളങ്കാവിലോടുകൂടി അത് മാറിയെന്നാണ് വിശ്വസിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രൊമോഷൻ അവർ ചെയ്യുന്നുണ്ട്. കാരണം കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും ആശീർവാദനെയാണ്. ആന്റണി പെരുമ്പാവൂർ എന്തൊക്കെ രീതിയിലുള്ള പബ്ലിസിറ്റിയാണ്. അതിന് എന്ത് പറഞ്ഞാലും, പടം പൊട്ടിയാലും വിജയിച്ചാലും ഒക്കെ പബ്ലിസിറ്റി മന്നൻ. അത് ഇപ്പോഴും ടോപ്പ് 1-ൽ ആന്റണി പെരുമ്പാവൂർ തന്നെ. അന്നേരം മമ്മൂട്ടി കമ്പനി കൃത്യമായിട്ട് ചെയ്തിട്ട് നല്ല പടങ്ങൾ വരുമ്പം അതോടൊപ്പം നല്ല പബ്ലിസിറ്റി ഉണ്ടെങ്കിലേ പടം ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ, ഗംഭീര സക്സസ് ആകത്തുള്ളൂ.